ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മിൽക്കി നട്ട്സ് കേക്കാണ്. ഈ കേക്കിൻ്റെ പേരിൽ തന്നെ കാണാം നട്ട്സും മിൽക്കും കൂടി ചേർന്ന് നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള കേക്കാണ്. നല്ല സൂപ്പർ ടേസ്റ്റിയും ജ്യൂസി ആയിട്ടുള്ള കേക്കാണ്. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതിനായിട്ട് 1 kg വരുന്ന വാനില സ്പഞ്ച് ആദ്യം തയ്യാറാക്കണം. അതിനായിട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഡ്രൈ ആയി പോളെടുത്ത് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായി ബീറ്റ് ആയതിനു ശേഷം കുറേശ്ശെയായിട്ട് പഞ്ചസാര ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഈ ലൈറ്റ് ഷെയ്ഡ് യെല്ലോ ഉള്ളത് വൈറ്റ് കളർ ആകുന്നത് വരെ നമ്മൾ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ പരിവാവുന്നത് വരെ നമ്മൾ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം മാത്രം നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അധികം ബീറ്റ് ചെയ്യാതെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഓയിൽ നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്ക് ബീറ്റർ മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് വിസ്ക് ഉപയോഗിച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ചേർത്ത് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം 1/4 കപ്പ് പാലും കൂടിയും ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് 7 ഇഞ്ച് വരുന്ന കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 40 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോഴേക്കും ആയിട്ടുണ്ടാവും. ഒരു 40 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിന് ഷുഗർ സിറപ്പായിട്ട് പാലും വിപ്പിംഗ് ക്രീമും മിൽക്ക് മെയ്ഡാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഓരോ ലെയറിലും വെച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ആദ്യത്തെ ലെയർ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ മിൽക്ക് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ചോക്ലേറ്റും നട്ട്സും ഇട്ട് കൊടുക്കാം. അതിൻ്റെ മീതെ മിൽക്ക് മെയ്ഡ് ലേശം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നട്ട്സായിട്ട് നമ്മൾ ബദാമും കാഷ്യൂ നട്ട്സാണ് എടുത്തിരിക്കുന്നത്. എന്ത് നട്ട്സ് വേണമെങ്കിൽ എടുക്കാം. പിസ്ത വേണമെങ്കിൽ പിസ്ത എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ച്. ഇതിൽ കൊടുക്കുന്ന ഫില്ലിങ്സും ഇതൊക്കെയാണ് ഈ കേക്കിന് പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് ഓരോ ലെയറും അതുപോലെ ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി മിൽക്ക് ഒഴിച്ചതിന് ശേഷം ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. ഇവിടെ കറണ്ട് പോയതുകൊണ്ട് ബാക്കി ഫൈനൽ കോട്ടിങ്ങിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവരും ക്ഷമിക്കണം. അങ്ങനെ നമ്മൾ ഫൈനൽ കോട്ടിങ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഗനാശ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക.
ഇതിൽ വേറെ ഡിസൈനൊന്നും കൊടുത്തിട്ടില്ല. ബദാം പൊടിച്ചത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഒരു ഭംഗിക്ക്. ഇതിൽ അങ്ങനെ ചെയ്തിട്ടില്ല. ഇത് വീട്ടിലേക്ക് തന്നെ ആയതുകൊണ്ട് നമ്മൾ വെറുതെ ചോക്ലേറ്റ് കൊണ്ട് ഒരു ഡിസൈൻ വരച്ചേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിൽ വരച്ചെടുക്കാം. ഇതുപോലെ നട്ട്സ് ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.